ഹലോ ഗുഡ് മോർണിംഗ് മക്കളെ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വാട്ട് എവർ മീറ്ററുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഗൃഹവൈദ്യുതീകരണം അല്ലേ, ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, അതിൽ ഗൃഹവൈദ്യുതീകരണത്തിൻ്റെ കേസിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ്റെ കേസിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു ഓർഡർ. അതാണ് സാധാരണ ഇതിൽ എക്സാമിന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. KWH മീറ്റർ, അത് കഴിഞ്ഞിട്ട് മെയിൻ ഫ്യൂസ്, മെയിൻ സ്വിച്ച്, പിന്നെ ELCB, MCB, സ്വിച്ച് ബോർഡ് അല്ലേ. ഈ ഒരു രീതിക്കാണ് നമ്മളെ വീട്ടിൽ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവുക അല്ലേ. ഈ ഒരു ഓർഡറിലാണ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് KWH മീറ്റർ ഇപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഇക്വേഷനൊക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലങ്ങൾ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, ഇതല്ലാതെ നമ്മൾ കുറേ ഉപകരണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. വേറെ അതിൽ ELCB ഉണ്ടായിരുന്നു, MCB ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്കിയുള്ള ആൾക്കാർ, അതേപോലെ തന്നെ നമ്മുടെ മെയിൻ സ്വിച്ച്, പിന്നെ സ്വിച്ച് ബോർഡ്, അതേപോലെ തന്നെ നമ്മുടെ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മെയിൻ ഫ്യൂസ് പോലത്തെ സംഭവങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ ബാക്കിയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, അവരെ കുറിച്ചിട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആൾക്കാർ, അവരുടെയൊക്കെ മെയിൻ ധർമ്മം എന്ന് പറയുന്നത് ശരിക്ക് ഇവിടെ നമ്മുടെ വൈദ്യുതി ശരിക്കും പ്രവഹിക്കാൻ വേണ്ടി നമുക്കറിയാം രണ്ട് ലൈൻസ്. ഇപ്പോൾ നേരിട്ട് നമ്മുടെ പുറമേ കൂടെ, നമ്മുടെ വീടിൻ്റെ പുറത്തു കൂടെ KCBൻ്റെ ലൈൻസ് പോയി നേരിട്ട് വലിച്ചാൽ മതി അല്ലേ. അതല്ലാതെ തന്നെ നമ്മൾ കുറേ ഉപകരണങ്ങൾ ഇപ്പോൾ ഇത് കൊടുക്കുന്നുണ്ട്. ELCB കൊടുക്കുന്നുണ്ട്, MCB കൊടുക്കുന്നുണ്ട്, പിന്നെ മെയിൻ ഫ്യൂസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് കൊടുക്കണേ? ഇപ്പോൾ നമ്മൾ ആൾറെഡി KWH മീറ്റർ എന്തിനാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി അവർ ഉപയോഗിക്കുന്നുണ്ട്, എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾറെഡി പറഞ്ഞ കാര്യമാണ്. അതെങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ആൾറെഡി ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയും ചെയ്തു അതിൻ്റെ അല്ലേ. അപ്പം ഇനി ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്തിനു വേണ്ടിയിട്ട്, അപ്പം മെയിൻ ഫ്യൂസ് എന്തിനു വേണ്ടിയിട്ടാണ്, ELCB, MCB, അതേപോലുള്ള അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ എർത്തിങ് എന്തിനു വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി ഡിസ്കസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ, അതായത് ഗൃഹവൈദ്യുതീകരണത്തിലുള്ള സുരക്ഷയ്ക്കുള്ള മാർഗ്ഗങ്ങൾ, സേഫ്റ്റി മെഷറുകൾ എന്തൊക്കെയാണ് അല്ലേ. സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹവൈദ്യുതീകരണത്തിൽ എന്തെല്ലാം സിസ്റ്റങ്ങളാണുള്ളത്, അതിനെക്കുറിച്ചിട്ടാണ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ആൾ എന്ന് പറയുന്നത് ആരാടാ? ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആൾ എന്ന് പറയുന്നത് ആരാ? നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്ന ആളാണ്. ആരാ? സേഫ്റ്റി ഫ്യൂസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി അറിയാം സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ ഫ്യൂസ് വയർ, ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഹീറ്റിംഗ് എഫക്റ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട്, താപഫലം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണങ്ങളാണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂസ് വയർ തന്നെയാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ. ഓക്കെ, നമ്മുടെ ഫ്യൂസ് വയർ തന്നെയായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്നത്, എങ്ങനെയാണ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇലക്ട്രിക് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുന്ന സമയത്ത്, ഇപ്പോൾ സപ്പോസ് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിക് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോവുകയാണ് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തായിരിക്കും, ഇപ്പോൾ ഇത് അതിൻ്റെ ലൈനാണ് കേട്ടോ, നമ്മുടെ വീടിൻ്റെ അകത്തൂടെ ഇലക്ട്രിക് കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് കൊണ്ടുപോകുന്ന ലൈനാണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിൻ്റെ ഒരു ഭാഗത്തായിരിക്കും, ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ഇപ്പോൾ ആരിയ്ക്കുന്നുണ്ടാവുക, നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ കടന്നു പോകുന്ന വയർ, ഈ ഒരു പോർഷൻ മാത്രം നമ്മുടെ സേഫ്റ്റി ഫ്യൂസ് ആണ്. സേഫ്റ്റി ഫ്യൂസ് വയറാണ് ഇവിടെ കണക്ഷന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ സാധാരണ ഇതിൽ കോപ്പറിൻ്റെ വയറാണ് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഈ ഭാഗത്ത് മാത്രം നമ്മൾ എന്ത് കൊടുത്തു? നമ്മുടെ ടിന്ന് പ്ലസ് ലെഡ് അല്ലേ. ടിന്ന് ലെഡ് ലോഹസങ്കരല്ലേ നമ്മൾ ഉപയോഗിക്കുക. ടിന്ന് പ്ലസ് ലെഡ് അലോയിയാണ് നമ്മൾ ഉപയോഗിക്കുക, ഫ്യൂസ് വയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടിന്ന് പ്ലസ് ലെഡ് ഫ്യൂസ് വയർ ഉപയോഗിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ അമിതമായിട്ട് ഓവറായിട്ട് ഇലക്ട്രിക് കറണ്ട് ഫ്ലോ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഓവറായിട്ട് ഇലക്ട്രിക് കറണ്ട്, ഓവർലോഡിങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ, ഈ രണ്ട് കാരണങ്ങളാലാണ് ഓവർ കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അതും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഓവറായിട്ട് കൂടിയ അളവിൽ കറണ്ട് ഒഴുകി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഇതിൻ്റെ അകത്തൂടെ, അതായത് ടിന്ന് പ്ലസ് ലെഡ് ഉള്ള നമ്മുടെ ഈ ഒരു അലോയുടെ അകത്തൂടെയും ഈ കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? ടിന്ന് പ്ലസ് ലെഡ്, ആ ഫ്യൂസ് വയറിൻ്റെ പ്രത്യേകം അറിയാം അല്ലേ. അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, അതായത് ദ്രവണാങ്കവും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതായത് പെട്ടെന്ന് ഉരുകി പോകുന്ന സാധനമായിരിക്കും. ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് ആട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്താണെന്നുള്ള കാര്യങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കി തരികയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓവറായിട്ട് കറണ്ട് ഫ്ലോ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം, അവിടെ ഏത് കറണ്ട് ഫ്ലോ ചെയ്യുന്ന കണ്ടക്ടറിലും ഹീറ്റ് എനർജി ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചാണ് ജൂൾസ് ലോ, H=I²RT, നമുക്ക് അറിയാവുന്ന റിലേഷനാണ് അല്ലേ. I²RT. അപ്പോൾ I²RT പ്രകാരം ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഹീറ്റ് എനർജി ഉണ്ടാവും, ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ,
അപ്പോൾ അത് കാരണമായിട്ട് ഇവിടെ എന്തുണ്ടാവും, ഹീറ്റ് എനർജി ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഹീറ്റ് എനർജി കാരണമായിട്ട് ഈ ടിന്ന് പ്ലസ് ലെഡ് അലോയിഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്, അതായത് ദ്രവണാംഗം കുറവായിരിക്കും, അതായത് പെട്ടെന്ന് ഇത് ഉരുകി പോകുന്ന അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ വീടിനും അനുസരിച്ചിട്ടുള്ള ഒരു ആംബിയറേജിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ കൂടുതൽ കറണ്ട് ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ മറ്റൊക്കെ ഉണ്ടായിട്ട് അതിൽ കൂടുതൽ കറണ്ട് ഒഴുകി വരികയാണെന്നുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങോട്ട് ഉരുകി ഇങ്ങോട്ട് പോകും, അതായത് ഫ്യൂസ് വയർ ഇതേപോലെ മെൽറ്റ് ചെയ്ത് അങ്ങോട്ട് പോകും. പിന്നെ അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ, ഈ ഇലക്ട്രോൺസിനെ ഈ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വല്ല ആൾക്കാരും ഉണ്ടാവുമോ, ഉണ്ടാവില്ല. അപ്പോൾ കറണ്ട് ഫ്ലോ നടക്കൂല, അതുവഴി ആ വീട്ടിലേക്കുള്ള മൊത്തത്തിലുള്ള കറണ്ട് ഓഫ് ആവും. ഓക്കെ, അപ്പോൾ ഈ രീതിക്കാണ് ഇയാൾ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ രീതിക്കാണ് ഇയാൾ ഇവിടെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ ടിന്ന് പ്ലസ് ലെഡ് ആയിരുന്നു. അപ്പോൾ കറണ്ടിന് ഒഴുകി വരുന്ന സമയത്ത് ഇതിലൂടെ ഒഴുകി ഇങ്ങനെ പോയിട്ട് നമ്മുടെ കണ്ടക്ടർ, അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളിലേക്കൊക്കെ ബാക്കിയുള്ള ഉപകരണങ്ങളിലേക്കൊക്കെ നമുക്ക് കറണ്ട് കിട്ടും. എന്നാൽ അതേ സ്ഥാനത്ത് ഇവിടെ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടായിട്ട് അമിതമായിട്ട് കറണ്ട് ഒഴുകി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റിംഗ് എഫക്റ്റ് കാരണത്താൽ ആ താപഫലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവിടെ കൂടുതൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ജൂൾസിൽ പഠിച്ചതാണ് അല്ലേ. ആ ഹീറ്റിംഗ് എഫക്റ്റ് കാരണത്താൽ ഇവിടെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോകും. ആ ഹീറ്റ് കാരണത്ത് ഉരുകി പോകുന്നതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുക, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് പാലം ഒലിച്ചു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ, ഇല്ല അല്ലേ. ആ രീതിയിൽ ഇലക്ട്രോൺസിന് ഈ ഭാഗത്ത് വരെ ഇലക്ട്രോൺസ് എത്തിയിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ എത്തിയിട്ടുള്ള ഇലക്ട്രോൺസിന് പുറത്തേക്ക് പോകാൻ പറ്റുമോ, ഇല്ല അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ നടക്കില്ല നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഇലക്ട്രോൺസിന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഒഴുക്കിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല, ആ വീട്ടിലേക്കുള്ള മൊത്തത്തിലുള്ള കറണ്ട് ബ്രേക്ക് ഓഫ് ആവും അല്ലേ, അല്ലെങ്കിൽ കട്ട് ഓഫ് ആവും. ഓക്കെ, ആ രീതിക്ക് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് കേട്ടോ. ഈ രീതിക്കാണ് നിങ്ങൾ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊക്കെ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ പഠിക്കണം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലാണ് കേട്ടോ, ആൾറെഡി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഈ രീതിക്ക്, അതുകൊണ്ട് തന്നെ ഈ ഒരു സെഷനിൽ നമ്മൾ ടെക്സ്റ്റിൽ ഈ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ സേഫ്റ്റി ഫ്യൂസിനുള്ള സെഷനിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടായിട്ട് അമിതമായിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്ന സമയത്ത്, എക്സസീവ് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓവർ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് അവിടെ ഹീറ്റിംഗ് എഫക്റ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട്, താപഫലം അടിസ്ഥാനപ്പെടുത്തി അവിടെ കൂടുതൽ ചൂടുണ്ടാവും അല്ലേ, ഹീറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഹീറ്റ് കാരണം അവിടുത്തെ ജൂൾസ് ഹീറ്റിംഗ്, അല്ലെങ്കിൽ ഈ ഹീറ്റ് കാരണം നമ്മുടെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോകും. ടിന്ന് പ്ലസ് ലെഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള അലോയ്, ആ ലോഹ സങ്കരം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോകും. അതുവഴി നമുക്ക് ഈ സർക്യൂട്ടിലെ മൊത്തം കറണ്ട് ഓഫായി പോകും അല്ലേ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് ഇത്രയും വലിയൊരു കറണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒഴുകി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ബാക്കിയുള്ള ഉപകരണങ്ങൾക്ക് കേടുവന്ന് പോകും അല്ലേ. കാരണം എന്താ, എല്ലാവർക്കും പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കറണ്ടിൽ കൂടുതൽ കറണ്ട് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ഉപകരണങ്ങൾക്കും അത് പ്രശ്നമാണ് അല്ലേ. എല്ലാ അപ്ലയൻസസും കംപ്ലൈൻ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വീട്ടിൽ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ. അവിടെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അല്ലേ. വിച്ച് ആർ ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് ലീഡ് ടു എക്സസീവ് കറണ്ട്, അമിതമായിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. ഓക്കെ, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോട്ട് ഇതിൻ്റെ കൂടെ എഴുതണ്ട, നമുക്ക് ഡിസ്കസ് സെഷനിൽ ഞാൻ പറഞ്ഞു തരും കേട്ടോ, അതിൻ്റെ കൂടെ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഓവർലോഡിങ് ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെയാണ്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ്, അടുത്തത് നമ്മുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരാളാണ് MCB ആൻഡ് ELCB എന്ന് പറയുന്ന ആൾക്കാർ അല്ലേ. ഞാൻ അതിൻ്റെ കൂടെ ഈ ഒരു പോർഷൻ നമ്മൾ ആൾറെഡി നമ്മുടെ ഗൃഹവൈദ്യീകരണം അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ സമയത്ത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അല്ലാതെ തന്നെ പഠിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സെഷനാണത്. ഞാൻ കൃത്യമായിട്ട് പറയും ഇവിടെ എന്താണ് പഠിക്കേണ്ടതുള്ളത്, അത് മാത്രം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം എന്താണ് MCB ELCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തിനെയാണ് നമ്മൾ MCB ELCB എന്നൊക്കെ വിളിക്കുക, ആരെയാണ് നമ്മൾ MCB ELCB എന്നൊക്കെ വിളിക്കുക. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ള് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എന്താ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അല്ലേ. ഓക്കെ, MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ MCB എന്താണെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ELCB എന്താണെന്നുള്ള അതിൻ്റെ ഫുൾ ഫോം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കറാണ് ELCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറാണ്. ഓക്കെ, ഇനി എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എന്ത് ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്യും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരികയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാനുള്ള ഒരു സെഷൻ മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഡൗട്ട് ക്ലിയർ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ എന്താണ് ഇയാൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് MCB യെക്കുറിച്ച് പറയാം കേട്ടോ. MCB നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, MCB ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് MCB എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ പോയി ഓണാക്കി അല്ലെങ്കിൽ ഓഫാക്കി ചെയ്യേണ്ട ആവശ്യമില്ല. MCBയുടെ മെയിൻ പ്രത്യേകത എന്താ, ഇത് ഓട്ടോമാറ്റിക്കാണ്. ELCB അങ്ങനെ തന്നെ ഉണ്ട്. രണ്ടാളും ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുകയും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന രണ്ടാൾക്കാരാണ് MCB ELCB എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ഇയാൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ MCB ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യും എന്തിനെ, നമ്മുടെ ആ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇയാൾ ഓഫ് ആക്കും. ഇയാൾ എപ്പോഴും ഓഫ് ആക്കുക, when there is an excessive flow of current due to short circuit or overloading. ഓക്കെ, ഈ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ കാരണം അമിതമായിട്ട് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ
MCB ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സർക്യൂട്ടിനെ ഓഫ് ചെയ്യും എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, MCB ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ദ സർക്യൂട്ട് വെൻ എവർ ദർ ഈസ് എക്സസീവ് കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ എക്സസ് ഫ്ലോ ഓഫ് കറണ്ട് ഡ്യൂ ടു ഓവർലോഡിങ് ഓർ ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടായിട്ട് അമിതമായിട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സർക്യൂട്ടിനെ ഓട്ടോമാറ്റിക്കായിട്ട് ആര് ഓഫ് ചെയ്യും? നമ്മുടെ ബ്രേക്കർ ഓഫ് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് ആ കണ്ടീഷനിലാണ് ശരിക്കും നമ്മുടെ വീട്ടിൽ ബ്രേക്കർ താന്നിട്ടുണ്ട്, നമുക്കത് ഓൺ ആക്കണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അല്ലേ. അതിങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോഴാണ് ശരിക്കും ബ്രേക്കർ താവണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്ത്, അപ്പോൾ ആൾറെഡി നമ്മുടെ മെയിൻ ഫ്യൂസ് വയർ ഉണ്ടല്ലോ, അപ്പോൾ ഫ്യൂസ് വയർ ആൾറെഡി മെൽറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവില്ലേ? ഫ്യൂസ് വയർ കഴിഞ്ഞിട്ടല്ലേ ഇപ്പോൾ MCB വരുന്നത് അല്ലേ? പിന്നെ എന്തിനാ ഇപ്പോൾ MCB നമ്മളെ ഫ്യൂസ് വയർ ഇതിന് വേണ്ടിയിട്ടല്ലേ കൊടുത്തത്? ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോകും അല്ലേ. പിന്നെ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ MCB കറണ്ട് എത്തൂലല്ലോ. കാര്യം ഓർഡർ നിങ്ങൾക്ക് അറിയാം അല്ലേ. ആദ്യം നമ്മുടെ KWH മീറ്റർ ആണ്, അത് കഴിഞ്ഞിട്ട് മെയിൻ ഫ്യൂസ് മെയിൻ സ്വിച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ELCB MCB ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ MCB കറണ്ട് എത്തൂലല്ലോ. അത് ശരിക്കും എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഫ്യൂസ് ചിലപ്പോൾ എല്ലായ്പ്പോഴും കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളണം എന്നില്ല. കാര്യം എന്താ, നമ്മുടെ വീട്ടിലെ കറക്റ്റ് ആംബിയറേജ് എത്രയാണ് ആംബിയറേജ് അത് കണക്കാക്കിയിട്ടൊക്കെയാണ് ഫ്യൂസ് വയർ വെക്കേണ്ടത്. പക്ഷേ അത് കറക്റ്റ് വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആര് കൃത്യമായിട്ട് വർക്ക് ചെയ്യും? MCB കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, കറക്റ്റ് ആംബിയറേജ് ഒന്നും എങ്ങനെയാണ് നമ്മൾ കണക്ക് കൂട്ടിങ്ങാണ്ട് നമ്മൾ ഫ്യൂസ് വയർ വെക്കുന്ന സമയത്ത് അതിന് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ശരിക്കും നമ്മുടെ സേഫ്റ്റി ഏറ്റവും നല്ല രീതിയിൽ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടോ ഉണ്ടായിട്ട് ഓവർ കറണ്ട് ഫ്ലോ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് സർക്യൂട്ടിനെ ഓഫാക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ MCB എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്യൂസ് വയർ ഉണ്ടായിട്ടും പിന്നെ എന്തിനാണ് ഈ MCB എന്നുള്ള കാര്യം ഞാൻ ആൾറെഡി പറഞ്ഞു തന്നു കഴിഞ്ഞു അല്ലേ. ആ രീതിക്ക് നിങ്ങളത് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഇയാൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യം. പിന്നെ അതേപോലെ തന്നെ MCB വർക്ക്സ് മേക്കിംഗ് യൂസ് ഓഫ് ഹീറ്റിംഗ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഹീറ്റിംഗ് എഫക്റ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ഹീറ്റിംഗ് എഫക്റ്റും അതേപോലെ തന്നെ മാഗ്നറ്റിക് എഫക്റ്റും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഇവിടുന്ന് എക്സാമിന് ചോദിക്കുക കേട്ടോ. ഈ 2 പോയിന്റ്സാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഡിസ്കഷൻ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. അതായത് താപഫലവും അതേപോലെ തന്നെ കാന്തിക ഫലവും, വൈദ്യുതിയുടെ താപഫലം കാന്തിക ഫലം, ഈ 2 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇയാൾ പ്രവർത്തിക്കുക എന്നുള്ളൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ബാക്കി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ സെഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ELCBയെ കുറിച്ചിട്ടാണ്. ELCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ അല്ലേ, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ എന്താണ് ഇപ്പോൾ ELCBയിൽ പറയാനുള്ള കാര്യം? ഓക്കെ, ELCBയിൽ ഞാൻ പറഞ്ഞു ഇയാളെ പോലെ തന്നെ ELCB ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ELCBയുടെ ഫുൾ എന്തായിരുന്നു? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണ് അല്ലേ. അതായത് ഇയാൾ മറ്റേ പോലെ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്ന സമയത്തൊന്നുമല്ല ഇയാൾ പ്രവർത്തിക്കുക. ഇയാൾ എപ്പോഴാണ് പ്രവർത്തിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വയറിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മൊത്തത്തിൽ വയറിങ് കൊടുത്തിട്ടുണ്ടാവും. ആ വയറിങ്ങിൻ്റെ ഇൻസുലേഷൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വയറിൻ്റെ പുറത്ത് നമ്മൾ സാധാരണ ഒരു കോപ്പറിൻ്റെ വയറാണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറും കോപ്പറിൻ്റെ വയർ വലിച്ചുകൊണ്ട് കൊടുക്കുകയാണോ ചെയ്യുക? അല്ല, അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഇൻസുലേഷൻ ഉണ്ടായിരിക്കും, ഒരു കവറിങ് ഉണ്ടായിരിക്കും അല്ലേ. ഇനി ഇൻ കേസ് ആ ഇൻസുലേഷൻ എന്തെങ്കിലും ബ്രേക്കേജ് സംഭവിച്ചു, ഇൻസുലേഷൻ എവിടെയെങ്കിലും ഷോർട്ടായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ആ വയറിൽ പോയി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് കേൾക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഇൻസുലേഷൻ എവിടെയെങ്കിലും ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇൻസുലേഷൻ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി അവിടെ ഇലക്ട്രിക് കറണ്ട് ലീക്കായി പോകുന്നുണ്ട്. നമ്മൾ വെള്ളം ലീക്കായി പോകുക എന്ന് പറയില്ലേ, അതുപോലെ ഇലക്ട്രിക് കറണ്ട് അവിടെ ഒരു ലീക്കേജ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ സർക്യൂട്ടിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാക്കാൻ സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ELCB എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെ ഇയാളില്ലാന്ന് വിചാരിക്കുക, അപ്പോൾ എന്താ സംഭവിക്കുക? ELCB ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഓഫായിട്ടില്ല എന്ന് വിചാരിക്കുക, എന്താ സംഭവിക്കുക? നമുക്ക് മനസ്സിലാവില്ല ഇവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവും. അപ്പോൾ നേരിട്ട് നമ്മൾ വയറിൽ പോയി പിടിക്കുന്ന സമയത്ത് നമുക്ക് ഷോക്ക് കേൾക്കും അല്ലേ. അപ്പോൾ ഇയാൾ നമ്മുടെ ഒരു സുരക്ഷ ഉറപ്പാക്കുന്ന ഉപകരണമാണ്, സേഫ്റ്റി എൻഷർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ELCB എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ELCB ഹെൽപ്സ് ടു ബ്രേക്ക് ദ സർക്യൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സർക്യൂട്ടിനെ ഓഫാക്കാൻ വേണ്ടി സഹായിക്കും. വെൻ എവർ ദർ ഈസ് കറണ്ട് ലീക്ക് ഡ്യൂ ടു ഇൻസുലേഷൻ ഫെയിലിയർ, അതായത് ഇൻസുലേഷൻ ഫെയിലിയർ കാരണമായിട്ട് ഇൻസുലേഷനിൽ എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചിട്ട് അവിടെ ഒരു കറണ്ട് ലീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ, കറണ്ട് ലീക്ക് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഏതെങ്കിലും അതർ റീസൺ കാരണത്താൽ കറണ്ട് ലീക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി നമ്മുടെ സർക്യൂട്ടിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യാൻ സഹായിക്കുന്ന, അതുവഴി സുരക്ഷ ഉറപ്പാക്കുന്ന, സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ELCB എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇയാളും ഓട്ടോമാറ്റിക്കായിട്ടാണ് വർക്ക് ചെയ്യുക. ഇൻസുലേഷൻ ഫെയിലിയർ മൂലമോ അല്ലെങ്കിൽ വേറെ വല്ല കാരണത്താലോ കറണ്ട് ലീക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സർക്യൂട്ടിനെ ഓഫാക്കാൻ സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ELCB എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ ELCB അല്ല, ഇപ്പോൾ നമ്മൾ നൗ ഡേയ്സിൽ RCCB എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് ഇപ്പോൾ സാധാരണ ഇതിൽ പുതിയ കണക്ഷൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താ അപ്പോൾ RCCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, അത് നിങ്ങൾ സിലബസിൽ നേരിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പോർഷനിൽ അതിനെക്കുറിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ വായിച്ച് നോക്കുക. ഓക്കെ,
അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പോൾ ഇവിടെ സേഫ്റ്റി ഫ്യൂസ് ശ്രദ്ധിച്ചു, ELCB MCB എന്നുള്ള കാര്യം ശ്രദ്ധിച്ചു അല്ലേ. നെക്സ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ 3 പിൻ പ്ലഗ് ആൻഡ് എർത്തിങ് എന്ന് പറയുന്ന ആൾ അല്ലേ. അപ്പോൾ അത് പറഞ്ഞ സമയത്ത് എനിക്ക് ആൾറെഡി സംശയമുള്ള ഒരു കാര്യമായിരുന്നു, എന്തിനാണ് ഇപ്പോൾ എർത്തിങ്, എന്തിനാണ് ഇപ്പോൾ ഒരു പച്ച വയറ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഒരു സെഷൻ ആണെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു സമയമാണിത് കേട്ടോ. എന്തിനാണ് 3 പിൻ പ്ലഗും എർത്തിങ്ങും നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു ഉപകരണം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഉപകരണം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ 2 വയർ മതി അല്ലേ, ഫേസും ന്യൂട്രലും മതി. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള മൂന്നാമതൊരു വയർ, എന്തിനാണ് മൂന്നാമതൊരു പിന്ന്? നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ പ്ലഗ് കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫാനിൻ്റെ മറ്റൊക്കെ സ്വിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് ടേബിൾ ഫാനൊക്കെ ഉണ്ടാവും അല്ലേ, അതുകൊണ്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ 2 പിന്ന് കണക്ട് ചെയ്താൽ മതി. ഏത് ഉപകരണം പ്രവർത്തിക്കാൻ 2 പിന്ന് മതി. പിന്നെ എന്തിനാ മുകളിലത്തെ ആ വലിയ ഹോൾ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലേ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും ചില സമയത്തൊക്കെ. നമ്മൾ പ്രത്യേകിച്ചും അയൺ ബോക്സിൻ്റെ ഒക്കെ സ്വിച്ചിൽ സോക്കറ്റിൽ ഈ ഒരു ഉപകരണം ഈ ഒരു സ്വിച്ച് ഈ ഒരു 3rd പിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇതാണ് നമ്മുടെ എർത്ത് പിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ചിത്രം കാണിച്ചിട്ടുണ്ട് അല്ലേ, നമ്മുടെ അയൺ ബോക്സിൻ്റെ ചിത്രമാണത് കേട്ടോ. നിങ്ങൾ തേപ്പ് പെട്ടി അല്ലെങ്കിൽ ഇസ്തിരി പെട്ടി എന്നൊക്കെ പറയും അല്ലേ. ഓക്കെ, അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ അത് വെച്ചിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ കേസിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങളുടെ കേസിൽ നമ്മൾ സാധാരണ ഇതിൽ പറയുന്ന സമയത്ത് ഇവിടെ നോക്കി നോക്കുക, ഇതിൻ്റെ കോയിൽ നിക്രോം എന്ന് പറയുന്ന കോയിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുക അല്ലേ. ഹീറ്റിംഗ് കോയിൽ അല്ലേ, നിക്രോം ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. ആ നിക്രോമാണ്, ആ കോയിലാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത് കേട്ടോ. ആ നിക്രോമിക്ക് ഇതിൻ്റെ 2 വയറുകൾ ഫേസും ന്യൂട്രലും കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി മൂന്നാമത്തെ വയറായിട്ടുള്ള നമ്മുടെ പച്ച വയർ അല്ലേ, എർത്തിങ്ങിൻ്റെ വയർ, അത് എവിടേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഈ ഉപകരണത്തിൻ്റെ പുറത്തെ ആ ഒരു കേസിലേക്ക് അല്ലേ, പുറം ചട്ടയിലേക്ക് അല്ലെങ്കിൽ പുറത്തെ ആ ഒരു കവറിങ്ങിലേക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. ആ ഉപകരണത്തെ പുറത്തുള്ള ആ കവറിങ്ങിലേക്കാണ്, ആ മെറ്റാലിക് കവറിങ്ങിലേക്കാണ് അത് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ലോഹനിർമ്മിതമായിട്ടുള്ള പുറം ചട്ടയിലേക്ക് അല്ലെങ്കിൽ പുറം കവറിങ്ങിലേക്കാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ മൂന്നാമത്തെ വയറായിട്ടുള്ള എർത്തിങ്ങിൻ്റെ അല്ലെങ്കിൽ 3 പിൻ പ്ലഗിൻ്റെ മൂന്നാമത്തെ വയർ കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് ശരിക്കും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അവിടെ എന്തെങ്കിലും ഒരു കറണ്ട് ലീക്കേജോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പുറമേയുള്ള ഈ കവറിങ്ങിലേക്ക് കറണ്ട് ഒഴുകി എത്തും അല്ലേ. പുറമേയുള്ള ഈ കവറിങ്ങിലേക്ക്, അതായത് നമ്മൾ ടച്ച് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് കറണ്ട് ഒഴുകി എത്തും അല്ലേ. അങ്ങനെ കറണ്ട് ഒഴുകി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെയല്ലേ പിടിക്കുക അല്ലെ, നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനൊരു അറേഞ്ച്മെൻ്റ് ആണ് ശരിക്കും എർത്തിങ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ എർത്തിങ്ങിന് സഹായിക്കുന്ന ആ ഒരു പിന്നാണ് മൂന്നാമത്തെ പിന്ന് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, നിങ്ങൾ 3 പിൻ സോക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പിന്ന് മാത്രം കുറച്ചുകൂടെ വണ്ണവും കൂടുതലായിരിക്കും, അതേപോലെ തന്നെ കുറച്ചുകൂടെ നീളവും കൂടുതലായിരിക്കും അല്ലേ. അതിൽ തിക്നെസ്സും കുറച്ച് കൂടുതലായിരിക്കും, അതേപോലെ തന്നെ ലെങ്ത്തും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സർക്യൂട്ടിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സർക്യൂട്ടിൽ കോൺടാക്റ്റിൽ വരിക ഇയാളായിരിക്കും. ആദ്യം സർക്യൂട്ടിൽ കോൺടാക്റ്റിൽ വരിക ഈ പിന്നായിരിക്കും അല്ലേ, കാരണം ഇയാൾക്ക് നീളം കൂടുതലല്ലേ. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സർക്യൂട്ടിൽ കോൺടാക്റ്റിൽ വരിക ഈ ഒരു പിന്നായിരിക്കും. നമ്മൾ സർക്യൂട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് അവസാനം ആ സർക്യൂട്ടിൽ നിന്ന് പോരുന്നതും ഇയാളായിരിക്കും അല്ലേ. ബാക്കി 2 പിന്നുകൾ ചെറുതായിരിക്കും. ഓക്കെ, പിന്നെ എന്തിനാണ് ഇയാളുടെ വണ്ണം കൂടുതൽ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഡിസ്കസ് സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, വണ്ണം കൂടിക്കഴിഞ്ഞാൽ പ്രതിരോധം കുറയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പൈപ്പിൻ്റെ വണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ വേണ്ട ഒരു വഴിയാണെന്ന് വിചാരിച്ചു, വഴിയിലൂടെ നിങ്ങൾ നടന്നു പോകുക വിചാരിച്ചു. അപ്പോൾ വഴി നല്ല വലുപ്പമുള്ള നല്ല വീതിയുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നടന്നു പോകാൻ പറ്റും. ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർ വരുന്ന സമയത്ത് കുത്തി തിരക്കി ആകെ നിങ്ങൾക്ക് പോകാനേ പറ്റില്ല അല്ലേ. എന്ന പോലെ കണ്ടക്ടർ തിക്കാണെന്നുണ്ടെങ്കിൽ, അതായത് നല്ല വണ്ണം കൂടിയ കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ കറണ്ട് ഫ്ലോ നന്നായിട്ട് നടക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ബേസിക് ഐഡിയ ഞാൻ തന്നതാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഈ ഒരു സെഷനിൽ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഈ ഒരു ടേബിൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട്, എർത്തിങ് ഫോർ ബെറ്റർ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യമുണ്ട്. ഈ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, വായിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിലേക്ക് വരിക കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ 3 പിൻ പ്ലഗ് എർത്തിങ് എന്ന് പറയുന്നത് എക്സാമിന് 1-2 പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. ഈ ബോക്സ് ജസ്റ്റ് ഒന്ന് വായിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വന്നാൽ മതി. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ELCB MCB ആ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സേഫ്റ്റി ഫ്യൂസ്, അത് ഞാൻ ആൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ടെക്സ്റ്റിൽ നിങ്ങൾ ഓടിച്ചു നോക്കിയിട്ട് വായിച്ചൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിലേക്ക് വരിക. ബാക്കി കാര്യങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ബാക്കി ക്ലാസ്സിൽ ക്ലിയർ ചെയ്യാം. വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ബാക്കി ഏരിയകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് കേട്ടോ. ഓക്കെ, താങ്ക് യു.